ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഒരു 1.5 ആഴ്ച മുമ്പ് ക്രിസ്മസ് റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ക്രിസ്മസ് കേക്കിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതേ ആ ഫ്രൂട്ട്സ് കൊണ്ട് നല്ലൊരു റിച്ച് ഫ്രൂട്ട് കേക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാമല്ലോ, നല്ല മോയിസ്റ്റായിട്ട് നല്ലൊരു ഫ്രൂട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശരിക്കും ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ പ്ലം കേക്ക് ട്രൈ ചെയ്യാൻ പരിപാടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതനുസരിച്ച് സോക്ക് ചെയ്യുകയും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഒന്നാം തരം ഒരു റിച്ച് പ്ലം കേക്ക് ഈ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ചെയ്ത് നോക്കിയവരെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് പഞ്ചസാര എടുത്ത് ഒരു പാത്രത്തിലോട്ട് കാരമലൈസ് ചെയ്യുകയാണേ. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനും വെക്കണേ. അത് ഈ പഞ്ചസാര കാരമലൈസ്ഡ് ആയി ഒരു പകുതിയായി കഴിയുമ്പോഴേക്കും നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ മതി. കാരണം ചെറിയ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഈ കാരമലിലോട്ട് ഒഴിക്കേണ്ടത്. അഥവാ വെള്ളം തണുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകൂടെ ചൂടാക്കിയാൽ മതിയേ. പിന്നെ കാരമലൈസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ സ്പാച്ചുലയോ തടിത്തവിയോ ഒക്കെ ഉപയോഗിക്കുമ്പം അതിൽ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെക്കാട്ടിൽ വളരെ എളുപ്പമാണ് നമ്മൾ പാത്രമെടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഈ ഒരു പരുവമാകുന്നത് വരെ വേണം നമ്മൾ കാരമലൈസ് ചെയ്യാനേ. എന്നിട്ട് അത്രയും ആയി കഴിയുമ്പോഴേക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഇളക്കുക, വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഇളക്കുക. എന്നിട്ട് പഞ്ചസാര മുഴുവനും ആ സ്പാച്ചുലയിൽ ചെറുതായിട്ട് വെള്ളം പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഞ്ചസാര മുഴുവൻ അങ്ങ് അലിഞ്ഞു വരുമേ. ഇപ്പം ഞാൻ എടുക്കാനുള്ള ഒരു പാത്രത്തിൽ, ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രത്തിൽ നന്നായിട്ട് ഒന്ന് ബട്ടർ തടവി കൊടുക്കുകയാണ്. അതിൻ്റെ ആ കോർണേഴ്സും സൈഡും താഴ്ഭാഗവും എല്ലാം നന്നായിട്ട് ബട്ടർ പുരട്ടി കൊടുത്തിട്ട്, അല്ലെങ്കിൽ എണ്ണയോ ഗീയോ എന്തെങ്കിലും പുരട്ടി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ പരുവത്തിന് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സൈഡിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ബട്ടർ പേപ്പർ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരമലൈസ് ചെയ്ത പഞ്ചസാര പാനി മുഴുവനും നന്നായിട്ട് തണുത്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാമേ. ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതായത് 1.5 കപ്പ് നിറച്ചെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 200 ഗ്രാം ആവും കേട്ടോ. പിന്നെ ആ പൊടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് മസാലപ്പൊടിയാണ്. അതായത് കറുവാപ്പട്ടയും ഗ്രാമ്പും ജാതിക്കായും ഒരേ അളവിലെടുത്തിട്ട് പൊടിച്ചത് ഒരു 3/4 ടീസ്പൂണും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് വിസ്ക് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അല്ലെങ്കിൽ അരിപ്പയിലൊന്ന് ഇടഞ്ഞാലും മതിയാവുമേ. ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പരുവത്തിനുള്ള കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെച്ച ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടറാണ്, പിന്നെ പൊടിച്ച പഞ്ചസാര 1 കപ്പും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. ഇങ്ങനെ എഗ് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഇട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ സ്പാച്ചുല ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സൈഡും ആ പാത്രത്തിൻ്റെ അടിഭാഗവും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നാലേ ശരിയായിട്ടത് മിക്സ് ചെയ്തൊന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് 3 മുട്ട എടുത്ത് വെക്കണം. അത് ഓരോ മുട്ടയായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ളത്. നിങ്ങൾക്കറിയാലോ, കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം ആദ്യത്തെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1-1.5 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പൊടി ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞതുപോലെ വരും. അതുകൊണ്ടാണ് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് അത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1 സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകിൽ മുട്ട ചേർക്കുമ്പം ആദ്യത്തെ മുട്ട ചേർക്കുമ്പം തന്നെ, അല്ലെങ്കിൽ മുട്ടയെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതിയേ. ഇനി ഇപ്പം നന്നായിട്ട് തണുത്ത കാരമൽ അതിലോട്ട് ഒഴിക്കുക. കാരമൽ ഒഴിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് കഷ്ടിച്ചൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ബാറ്റർ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞതുപോലെ ആകുവേ. അഥവാ നിങ്ങളങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ പിരിഞ്ഞതുപോലെ ആകുകയാണെന്നുണ്ടെങ്കിലും അയ്യോ കേക്ക് ശരിയാകുകയല്ലോ എന്ന് പേടിക്കുകയേ വേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ ഓവനോ അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ സെറ്റപ്പോ ശരിയാക്കി വെക്കണം. 170 to 180 ഡിഗ്രിയിൽ അത് ഓരോ ഓവൻ്റെയും ഓരോന്ന് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു 170ക്ക് താഴെയാണ് വെക്കുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും എല്ലാവരും പറയും മിഡിൽ റാക്കിൽ വെക്കണം എന്ന്. ഞാൻ മിഡിൽ റാക്കിലുമല്ല വെക്കുന്നത്, മിഡിൽ റാക്കിൻ്റെ തൊട്ട് താഴെയുള്ള റാക്കിലാണ് വെക്കേണ്ടത്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കേക്ക് ട്രേ വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് 1 കപ്പിൻ്റെ 1/3 ഭാഗം ഓറഞ്ച് മാർമലേഡാണ്. നിങ്ങൾക്ക് ഓറഞ്ച് ജാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ പൈനാപ്പിൾ ജാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. നല്ലതായിട്ട് കേക്ക് മോയിസ്റ്റ് ആവാനും നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടാനും ഇത് ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ബോളിൻ്റെ സൈഡും ആ ബോളിൻ്റെ അടിഭാഗവും ചേർത്ത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്
വളരെ അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ബീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും താഴെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ നമ്മൾ ഇട്ട് കൊടുത്ത ചേരുവകൾ ഏതെങ്കിലും കട്ടയായിട്ട് ഇരിപ്പുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം ബീറ്റ് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആ സ്പാച്ചുലയായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് എടുക്കാമേ. ഞാൻ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ 1.5 കപ്പോ 1 കപ്പോ എടുത്താലും മതി. പക്ഷേ 2 കപ്പ് പെർഫെക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് നേരെ ആ പൊടിയിലോട്ടാണ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. ഈ പൊടിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കേക്ക് ബാറ്ററിൽ ഇത് ചേർക്കുമ്പോഴേക്കും ആ മാവിൽ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പം ഈ ഫ്രൂട്ട്സ് അങ്ങ് താന്നു പോകാതിരിക്കാനായിട്ടാണ്. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഓറഞ്ചിൻ്റെ പുറത്തെ തൊലി ആ വെള്ള ഭാഗം അതിൽ പെടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കണ്ടല്ലോ. എന്നിട്ട് ആ ഗ്രേറ്ററിൽ ഒരുപാട് അങ്ങ് ബലം കൊടുക്കാതെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓറഞ്ചിൻ്റെ തൊലി മാത്രമായിട്ട്, അതായത് ഓറഞ്ചിൻ്റെ സെസ്റ്റ് അതുപോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് തൊട്ട് ഒരു 1/2 കപ്പ് വരെ കാഷ്യൂ നട്ട്സോ ആൽമണ്ട്സോ അങ്ങനെയുള്ള നട്ട്സ് വല്ലതും എടുത്ത് ഒന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചേക്കണേ. ഇനിയിപ്പോൾ നമ്മൾ പൊടിയിൽ ആ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് മുഴുവനും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. ഞാൻ എല്ലാം കൂടെ എടുത്തത് ഒരു 1/3 കപ്പാണ് എടുത്തത്. ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും മാത്രമാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഹാൻഡ് മിക്സർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ലേ. റബ്ബർ സ്പാച്ചുലയോ നല്ല വുഡൻ സ്പൂൺ കൊണ്ടോ വല്ലതും നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ആ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഇട്ട് കൊടുത്ത് ഓരോന്നും ആ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണേ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ മാത്രമല്ല ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കേക്ക് ട്രേയിലോട്ട് ആ ബാറ്റർ എടുത്തൊന്ന് മാറ്റിയിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്യണം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആ സ്പാച്ചുല കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടും കൂടെ വേണം നമ്മൾ ഓവനിലോട്ട് വെക്കാനായിട്ട്. എനിക്ക് 170-ൽ ഒരു 55 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടിയത്. മുകൾ ഭാഗമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കേക്ക് ആയോ എന്നറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ഒരു സ്ക്വയർ ഇട്ട് നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിൽ മാവ് പറ്റിപ്പിടിച്ച് ചെറുതായിട്ടെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കണം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ബ്രാൻഡി എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രാൻഡിയിലാണല്ലോ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത്. അതുകൊണ്ട് ബ്രാൻഡി കൊണ്ട് തന്നെ അതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബ്രഷ് കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ എല്ലായിടത്തും ആയിക്കോളും. ഇപ്പം നമ്മളുടെ ആ പേപ്പറൊക്കെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കണം അല്ലേ. ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാനും സാധാരണ കേക്ക് ഉണ്ടാക്കാനും ഒക്കെ ഇപ്പം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും തുടക്കക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ ചില വീഡിയോസ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്കും ആവശ്യമില്ലാത്തവർക്കും വേണ്ടിയിട്ട് കുറേ വീഡിയോയുടെയൊക്കെ ലെങ്തി ആയിട്ടുള്ള വീഡിയോയുടെ ഷോർട്ട് വീഡിയോസ് ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ ദേ കണ്ടല്ലോ. നമ്മൾ ചേർത്ത് കൊടുത്ത ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ താന്ന് ഏറ്റവും കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കാതെ കേക്കിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ എല്ലായിടത്തും കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം കേക്കിൻ്റെ കൺസിസ്റ്റൻസി വളരെ കറക്റ്റാണെന്നാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്